സ്റ്റാച്യു ഓഫ് ലിബർട്ടി ബുർഖ ഇട്ടിരിക്കുന്ന ഇമേജാണ് ഈ റൈറ്റ് വിങ് ട്രോളുകൾ ഭയങ്കരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് തന്നെ ട്വീറ്റ് ചെയ്തു, എന്താണ് ലുനാറ്റിക് കമ്മി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെയാണ് പിടിച്ച് മേയറാക്കാൻ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാക്ഷാൽ ട്രംപ് തന്നെ ആലോചിച്ച് നോക്കണം, അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ഒരു നഗരത്തിൻ്റെ മേയർ തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കകത്ത് നടന്ന പ്രീമിയർ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് നടക്കുന്ന ഇതാണല്ലോ, അതിനകത്ത് ഇദ്ദേഹം കാൻഡിഡേറ്റായിട്ട് വിജയിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഇങ്ങനെ പ്രതികരിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ വിദ്വേഷത്തിൻ്റെയും ഈ വെറുപ്പിൻ്റെയും ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഇത് രണ്ട് സ്റ്റാർക്ക് പിക്ചേഴ്സാണ് കാണിക്കുന്നത്. ഒരു വശത്ത് ഇതാണ് ഒരു മേയർ, ഇദ്ദേഹം മേയറല്ല കേട്ടോ, മേയർ കാൻഡിഡേറ്റാണ്, അത് മനസ്സിലാക്കണം. അയാൾ മേയർ കാൻഡിഡേറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ വിദ്വേഷ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ഏത് രാജ്യത്ത് ഏറ്റവും ഇൻക്ലൂസീവായിട്ടുള്ള മൾട്ടി കൾച്ചറിസത്തിൻ്റെ സ്വർഗഭൂമിയായിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യത്തിൻ്റെ കേന്ദ്രമെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയിൽ നെയ്യാർ നേരിട്ട് ഇന്ത്യക്കാരിയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മെഹ്മൂദ് ഹംദാനി ഇന്ത്യൻ യുഗാണ്ടൻ ഒറിജിൻ എന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യൻ വംശജൻ ലോകത്തിലെ മഹാനഗരത്തിൻ്റെ ഏറ്റവും വലിയ നഗരത്തിൻ്റെ മേയറാകാൻ പോവുകയാണെങ്കിൽ ഇന്ത്യക്കാരൊക്കെ അഭിമാനം എന്താണേണ്ടത്, പൂരിതമാകണം അന്തരംഗാണ്. പക്ഷേ നമ്മുടെ മിത്രങ്ങളൊക്കെ ആകെ ഡസ്പിലാണുള്ളത്. ഒരു ഇന്ത്യ രണ്ട് നിലക്കും, അമ്മ വഴിക്കും അച്ഛൻ വഴിക്കും ഇന്ത്യക്കാരനായ ഒരാൾ അവിടെ മേയർ കാൻഡിഡേറ്റായിട്ട് കങ്കണ റണൌത്ത് പറഞ്ഞാൽ അദ്ദേഹത്തെ ഇന്ത്യക്കാരനായിട്ട് തോന്നില്ല, പാകിസ്ഥാനിയാണെന്ന് തോന്നുന്നതാണ് പറഞ്ഞത്. ഒന്നുമില്ലെങ്കിൽ മെഹ്മൂദ് ഹംദാനിയെ പാകിസ്ഥാനിയെന്ന് വേണമെങ്കിൽ ആക്കിക്കോ, മീര നായർ എന്ത് ചെയ്യും? പ്രശ്നമുണ്ടല്ലോ. ഈ ഒരു അവസ്ഥയിലാണ് പിന്നെ ഇന്ത്യയിലെ വലതുപക്ഷം മാത്രമല്ല ലോകത്തെങ്ങുമുള്ള